റിപ്പോർട്ട് ബ്രേക്കിംഗ്. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയവർക്കെതിരായ നടപടി പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ. പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. പെൻഷൻ തുക തിരിച്ചടച്ച സാഹചര്യത്തിലാണ് തീരുമാനം. വകുപ്പ് തല അന്വേഷണം തുടരുമെന്നാണ് വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം തന്നെയുണ്ട്. റോഷി, നടപടി പിൻവലിച്ചു അല്ലേ? ഇതിലിപ്പോ 31 പേരുടേത് അത് പൊതുമരാമത്ത് വകുപ്പിലെയാണ്. 31 പേരിൽ ഇതിൽ കൂടുതലായും ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ്. ഇവരുടെ കയ്യിൽ നിന്നും പെൻഷൻ തുക, കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിച്ചു. പക്ഷേ അച്ചടക്ക നടപടി തുടരും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടരും. സസ്പെൻഷൻ പിൻവലിച്ചു, ജോലിയിൽ പ്രവേശിച്ചു എന്ന് മാത്രം, അങ്ങനെ ഒരു വിശദീകരണമാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 1000-ലേറെ പേർ ഇങ്ങനെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിരുന്നു. ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്ന് അന്ന് സർക്കാർ പറഞ്ഞാണ്. പക്ഷെ അത് നടപടി ഒരു സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നില്ല എന്നാണ് ഇതിൽ നമുക്ക് ഡിസ്മിസിലേക്ക് പോകുന്നില്ല, കടുത്ത അച്ചടക്ക നടപടിയിലേക്കും ഇപ്പോൾ പോകുന്നില്ല. സസ്പെൻഷൻ ഉണ്ടായിരുന്നത് പിൻവലിച്ചിരിക്കുന്നു. അവർക്ക് സർവീസിൽ തിരിച്ചു കയറാം, പൈസ തിരിച്ചടച്ചു. ഇനി ആരോഗ്യ വകുപ്പിലുണ്ട്, മറ്റു വകുപ്പുകളിലുണ്ട്. ഈ വകുപ്പുകളിലെല്ലാം ഇതേപോലെ ആയിരിക്കില്ലേ? സ്വാഭാവികമാണ്. ഒരു വകുപ്പിൽ വന്നതുകൊണ്ട് മറ്റു വകുപ്പുകളിലും സസ്പെൻഷനിലായ ആ ജീവനക്കാരെ തിരിച്ച് എടുക്കും. കാരണം ഈ വളരെ പെട്ടെന്ന് തന്നെ ആ തുക, കൈപ്പറ്റിയ തുക വളരെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഭൂരിഭാഗം വകുപ്പുകളിൽ അങ്ങനെ നടന്നു. പക്ഷെ സസ്പെൻഷൻ ആദ്യമായിട്ട് പിൻവലിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലാണ്. ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത്, ഇതിൽ 99% പേരും ഇവർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ വിധവ അല്ലെങ്കിൽ വികലാംഗ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവരാണ്. അതിൽ ഇത് വേണ്ട, ഈ പെൻഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്തവർ പോലും ഈ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റ് പക്ഷെ ആരും പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് ഗുരുതരല്ലേ? പക്ഷേ എന്നാൽ പോലും അവർക്ക് മാസം ഈ പൈസ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അല്ല, അവർ എഴുതി കൊടുത്തു എനിക്കിത് വേണ്ട. അതിനുശേഷം 2 തവണ വന്നവർ പോലും, അതായത് 3600 രൂപ വാങ്ങിയവർ പോലും ഈ പട്ടികയിലുണ്ട്. അതും അവരെ ഒഴിവാക്കി നിർത്തണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മനഃപൂർവ്വം പോന്നോട്ടെ എന്ന് കരുതിയിരുന്ന ഇഷ്ടം പോലെ. അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ. ഗസ്റ്റഡ് റാങ്കിൽ ഇപ്പോൾ അസിസ്റ്റന്റ് പിന്നെ ഒരാള് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ കോളേജ് അധ്യാപകരൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും പ്രധാനം. ചിലത് കൃത്യമായ ഒരു സാക്ഷരത, ഈ കാര്യങ്ങളിൽ സാക്ഷരതയില്ലായ്മ കൊണ്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ കോളേജ് അധ്യാപകരും ഈ ഗസ്റ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വാങ്ങിയതിൽ അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഈ പണം ഏതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ട് പിരിച്ചെടുത്താലോ അതല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്താലോ ആ പൈസ തിരിച്ചടച്ചാൽ പ്രശ്നം പരിഹാരമായി എന്ന് കരുതുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അല്ല, പക്ഷെ അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, അതോടുകൂടി നടപടി ഒഴിവായി. അതായത് നിങ്ങൾ മോഷ്ടിച്ച പണം തിരികെ കള്ളൻ തിരികെ ഉടമയ്ക്ക് തിരിച്ചു കൊടുത്ത് കള്ളൻ മാതൃകാപരമായി പെരുമാറിയിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ വലിയ രീതിയിലുള്ള പാതിവില തട്ടിപ്പിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പിടിക്കപ്പെട്ടപ്പോൾ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്ത് തടിയൂരുക എന്നുള്ളതാണ് ശ്രമം. അതിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് ഇതിന് ഇരയാക്കപ്പെട്ടവരുണ്ട്, ഒന്ന് മനഃപൂർവ്വം ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റി മാസാമാസം 10 ലക്ഷം കൂടെ വീട്ടിൽ കൊണ്ടുപോയ ആൾക്കാരുമുണ്ട്. ഇത് CSR ആണെന്നും ചാരിറ്റി ആണെന്നും ഒക്കെ പുറത്തു പറയുകയും 2 കോടി രൂപയിലധികം പണം വീട്ടിലേക്ക് കൊണ്ടുപോയ ആൾക്കാരുമുണ്ട്. അവരും ഇപ്പോൾ തടിയൂരാൻ ശ്രമിക്കുന്നത് എവിടെന്നെങ്കിലും പണം കൊടുത്ത് തന്റെ ബാധ്യത ഒഴിവാക്കുക എന്നത് മാത്രമാണ്. കട്ടപ്പണം തിരിച്ചു കൊടുത്താൽ മോഷണം മോഷണമല്ലാതായി മാറുന്നില്ല എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ.